നമസ്കാരം, ഞാൻ നുസ്രത് ജഹാൻ. ബ്ലഡ് മണി കുംഭകോണം അത് വീണ്ടും എപ്പിസോഡുകളായി തന്നെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇന്നലത്തെ സോഷ്യൽ മീഡിയ ഫുള്ള്, ഇന്നത്തെ പത്രത്തിൽ, എല്ലാ മെയിൻ ചാനലുകളിലൊക്കെ 34 കോടി ദിയ പണം റിയാദ് എംബസിയിൽ എത്തിച്ചു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ചോദിക്കണേ, ഏത് എംബസിയിലാണ്? ME എന്ന് ഇവരിങ്ങനെ മെസ്സേജുകളും ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എങ്ങനെ അന്വേഷണം പുറപ്പെടുവിച്ച ഒരു പണത്തിനെ പറ്റിയിട്ട് അയക്കാൻ ഇവരോട് പൈസ വാങ്ങുക? അവർ NEFT ആയിട്ട് അയച്ചു എന്നൊക്കെ പറയുന്നു. അത് റിയാദിലെത്തി, റിയാദ് എംബസിയിൽ അയച്ചു. റിയാദ് എംബസിയിൽ നിന്ന് വേറെ ഏതോ ഒരാൾക്ക്, ഒരു മലയാളി ആൾക്ക് അവരെ കുടുംബത്തിന് കൊടുക്കാൻ കൈമാറി. അവരെ കുടുംബത്തിന് ദിയ പണം, ബ്ലഡ് മണി ചോദിച്ചത് റിയാദ് കോർട്ടിലാണ് അത് ചോദിച്ചിട്ടുണ്ടാവുക. ആ കോർട്ടിൽ കുടുംബം വന്ന് പറഞ്ഞ് എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ത്യൻ എംബസി അവരുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ലെറ്റർ ഹെഡിൽ ഒരു ലെറ്ററാണ് കുടുംബത്തിന് വരേണ്ടത്. അത് ഈ കാലം വരെ വന്നിട്ടില്ല. പിന്നെ ഇവര് പൈസ അയച്ചു എന്ന് പറയുന്നത് എവിടേക്ക്? ഈ ഇതിൽ കമ്മ്യൂണിസ്റ്റ്, ലീഗ്, കോൺഗ്രസ് 3 കൂട്ടരും കൂടിയാണ് ഇതിന്റെ കമ്മിറ്റി ഫോം ചെയ്തത്. അപ്പൊ ഇവർക്കൊക്കെ അറിയില്ലേ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്? ഒന്നും അറിയാത്ത ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള ഒരു കാര്യം പോലെയല്ല ഇന്ന് സോഷ്യൽ മീഡിയയും എല്ലാം ഉള്ളപ്പോൾ നമുക്കൊക്കെ. റിയാദിൽ തന്നെയുള്ള എത്രയോ പേര് എംബസിക്ക് അയച്ചു, റിട്ടേൺ ആയിട്ട് അയച്ചു. ഇവിടുന്ന് പലരും അയച്ച കോപ്പികൾ എനിക്ക് അയച്ചിട്ടുണ്ട്. MEAക്ക് ഈ നാട്ടിൽ നിന്ന് പിരിച്ച ക്രൗഡ് ഫണ്ടിങ് പണം അവിടെ എത്തിയോ? ബ്ലഡ് മണിയായിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറായോ? കാരണം തയ്യാറാവാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എംബസി ഇവരോട് പൈസ വാങ്ങൂല, കുടുംബത്തോടായാലും വാങ്ങൂല, കമ്മിറ്റീനെ കൊണ്ടായാലും വാങ്ങൂല. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഈ കുടുംബത്തിനെ ഇവർ കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ കഴിവില്ലാത്ത റഹീമിന് വേണ്ടിയിട്ട് ഇവര് പൈസ ഇത്ര വേണമെന്ന് പറയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ വലിയൊരു ചതി വന്നത് 5 മില്യൺ ദിറംസ് മാത്രമേ ശരീഅത്ത് നിയമപ്രകാരം സൗദി ഗവൺമെന്റ് വാങ്ങാൻ സമ്മതിക്കുള്ളൂ. ബാക്കി പൈസ ആർക്ക് കൊടുക്കുന്നത്? കഴിഞ്ഞ 2 ദിവസം മുമ്പേ അവരെ വക്കീലിന് വേണ്ടിയിട്ട് 1.70 അയച്ചു പറഞ്ഞു. അതും ഇവര് അയച്ചത് പ്രൈവറ്റ് പണമായിട്ട്. അപ്പൊ ഇതിൽ ഈ പൈസ എല്ലാം ഇവര് ഗവൺമെന്റ് ത്രൂ അയക്കണമെന്ന് പറഞ്ഞാൽ MEA ഇത് വാങ്ങാൻ ഓരോ ഓപ്ഷനും ഇല്ല. പിന്നെ എന്തിനിത് MEAന്റെ പേരിലിടുന്നു? MEAക്ക് ഒന്നും അറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇവർ ഇവിടുന്ന് പൈസ കളക്ട് ചെയ്തു അയച്ചു കുടുംബത്തിനെയും കബളിപ്പിക്കുക. ഇനിയിപ്പോ ആകെ ചെയ്യാനുള്ള ഒരു കാര്യം, റിയാദില് തലവെട്ടാൻ പോകുന്ന റഹീമിന്റെ തലവെട്ടാൻ പോകുന്നത് തന്നെ ഈ കേസിൽ ഇല്ല എന്നുള്ള വലിയ കാരണം. തലവെട്ടാൻ പോണ ഒരാളെ 2 മാസം മാക്സിമം ലോക്കലാണെങ്കിൽ, അന്യദേശ പൗരനാണെങ്കിൽ 2 ആഴ്ചക്കകം അവർ കിട്ടും. ഇതും ഒരു ജീവപര്യന്തം തടവിലേക്ക് മാറ്റിയ ഒരു പ്രതിയായിട്ടാണ് ഇപ്പോഴുള്ള അവസ്ഥ തന്നെ. അത് ഇവർ ഹൈഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും പൈസ അവിടുന്ന് പിരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പലരുടെയും പ്രതിഷേധം. അതുകൊണ്ടാണ്. കാരണം ഇവര് അവസാനം വന്ന ജഡ്ജ്മെന്റ് ഇന്ന് വരെ ആരെ കുടുംബത്തിനെ പോലും കാണിച്ചിട്ടില്ല എന്ന് അറിയാൻ പറ്റിയ, വേണ്ടപ്പെട്ടവർക്ക് കാണിച്ചിട്ടില്ല. പിന്നെ റഹീമിന് ഒരു വക്കീലില്ല. ആദ്യം ഇവര് റഹീമിന് വക്കീൽ വെച്ച് ആ വക്കീല് കോടതിയിൽ ഹാജരായി ഈ പൈസ വേണമെന്ന് പറഞ്ഞത് കാണിക്കണം. കാരണം ഇപ്പൊ ചോദിക്കും നിന്റെ പൈസയാണോ? ഓക്കെ, എന്നെ പോലെ എന്റെ പൈസ അല്ലെങ്കിലും ഈ നാട്ടിൽ നിന്ന് പല മനുഷ്യരും ദയക്കായിട്ട് ഒരു മനുഷ്യനെ സഹായിക്കാൻ, ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്ത പണത്തിന് കണക്ക് കാണിച്ചു കൊടുക്കണം. എന്റെ നാട്ടുകാരെ പൈസയാണ്, ഞാൻ സ്നേഹിക്കുന്നവരെ പൈസയാണ്. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സഹായം ചെയ്യേണ്ട എത്രയോ നല്ല മനസ്സുള്ള ആൾക്കാർ ഈ രാജ്യത്തുണ്ട്. ആ മനസ്സുകളെ ഈ നന്മ മരങ്ങളെ പേരിൽ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു സംഗതിയാണ് നടന്നത്. അതുകൊണ്ട് എംബസി അറിയാതെ, MEA എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോമാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഇതൊന്നും ഇവര് ഈ പൈസ സ്വീകരിക്കണമെങ്കിൽ ഹോം മിനിസ്ട്രി, ഫിനാൻസ് മിനിസ്ട്രിന്റെ അപ്രൂവൽ വേണം. ഇത് പലതവണ ഞാൻ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ പോരാ, നീ എന്താ കേസ് കൊടുക്കാൻ? എല്ലാ റെക്കോർഡാണ്, എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഇവരെ മീഡിയയിൽ വരുന്നു. ഇവരിവിടെ പറയണതും മെയിലായിട്ട് MEAക്കും പോകേണ്ടവർക്കും ഫിനാൻസ് മിനിസ്ട്രി അമിത്ഷാക്ക് വരെ പോയിട്ടുണ്ട്. വന്ന് നോക്കിയിരുന്ന് കാണാം. റഹീമിന്റെ കുടുംബം പുറത്തേക്ക് ഇറങ്ങുക, നമുക്ക് റഹീമിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അവിടുത്തെ എംബസിക്ക് അറിയാം, ഗവൺമെന്റിന് അറിയാം. റഹീമിന്റെ കുടുംബം ഇവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതാണ് ഇപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അതിനുവേണ്ടി റഹീമിന്റെ ഉമ്മ തന്നെ മുന്നോട്ടിറങ്ങണം. താങ്ക് യു.